ഹരിതമിത്രം 2.0യുടെ പ്രവർത്തനം എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നത്. ഇതിനായി നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോർ എടുക്കുക. അതിൽ സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് ഹരിതമിത്രം 2.0 എന്ന് ടൈപ്പ് ചെയ്ത് അതിലാദ്യം തന്നെ നമുക്ക് വരുന്ന ഈ ഒരു ഐക്കണോട് കൂടിയ ആപ്പാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ആ ഒരു ആപ്പ് എടുത്ത് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാളേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വലതുവശത്ത് കാണുന്ന ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് ലഭ്യമാവുക. അതിന് മുകളിലെ സ്കിപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുന്നതിനുള്ളൊരു സ്ക്രീന് നിങ്ങൾക്ക് ലഭിക്കും. അതിന് മുകളിൽ ഒഫീഷ്യൽ എന്നാണ് എന്ന് ഉറപ്പുവരുത്തുക. താഴെ ഫോൺ നമ്പർ നൽകിയതിന് ശേഷം OTP അയക്കുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് OTP ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് വരിക. അതിൽ കാണുന്ന ആ ഒരു 6 അക്ക നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സമർപ്പിക്കുക എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടലെന്ന് പറയുന്നത് ഇങ്ങനെ വാർഡ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീനാണ്. അതിൻ്റെ വലതുവശത്തായി ഒരു പ്ലസ് ബട്ടൺ ഉണ്ടായിരിക്കും. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മാപ്പ് ചെയ്തിട്ടുള്ള വാർഡുകൾ അവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. അതിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ പോകുന്ന വാർഡിൻ്റെ വലതുവശത്തുള്ള ഒരു വൃത്തം ഉണ്ടായിരിക്കും. ആ വൃത്തത്തിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാർഡ് സെലക്ട് ആവും. അതിനുശേഷം താഴെ സമന്വയിപ്പിക്കുക എന്നൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു സ്ക്രീൻ ലഭിക്കും. ഈ സ്ക്രീനിൽ വെച്ച് ഒന്നും ചെയ്യരുത്. ആ ഒരു സമന്വയിപ്പിക്കൽ പൂർത്തിയാക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ആ ഒരു പ്രവർത്തനം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ ആണ് ലഭിക്കുക. അപ്പോൾ അതിന് മുകളിൽ നിങ്ങൾ സെലക്ട് ചെയ്ത വാർഡ് കാണിക്കുന്നുണ്ടാവും. താഴെ കാണുന്ന ആ OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ലഭ്യമാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ആണ് ലഭ്യമാവുക. ഒന്നിൽ കൂടുതൽ വാർഡുകളിൽ സർവീസ് ചെയ്യുന്നവർക്ക് വാർഡ് മാറ്റുന്നതിനുള്ള ഓപ്ഷൻ മുകളിലായി കാണാം. പൂർത്തിയാക്കിയ സേവനങ്ങൾ, ശേഷിക്കുന്ന സേവനങ്ങൾ, ഇന്നത്തെ പണമടവ്, ഈ മാസത്തെ പണമടവ് എന്നീ വിവരങ്ങൾ സ്ക്രീനിൽ വന്നതായി കാണാം. താഴെ ആയി ഹോം, എൻറോൾ, QR കോഡിൻ്റെ ബട്ടൺ, സേവനങ്ങൾ എന്നീ മെനുകൾ കൂടി താഴെ കാണാം. ഇതിൽ QR കോഡ് സ്കാൻ ചെയ്യുന്നതിനായി QR കോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ താഴെ QR കോഡ് നമ്പർ വന്നതായി കാണാം. അതിന് താഴെയുള്ള തിരയുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്തതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെ കാണിക്കുന്നതാണ്. ഇനി അതിന് താഴെയുള്ള സേവനം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കെട്ടിടത്തിൻ്റെ യഥാർത്ഥ കെട്ടിട നമ്പർ ലിങ്ക് ചെയ്യുന്നതിനുള്ള സ്ക്രീൻ ലഭിക്കും. വളരെ ശ്രദ്ധയോടെ പൂർത്തീകരിക്കേണ്ട ഒരു ഭാഗമാണ് ഇത്. കെട്ടിട നമ്പർ, ഡോർ നമ്പർ എന്ന് കാണിച്ചിരുന്ന ഈ ഭാഗത്ത് ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. വീട് നമ്പറും ഉപനമ്പറും മാത്രം നൽകിയാൽ മതി. വാർഡ് നൽകേണ്ടതില്ല. ഉദാഹരണത്തിന് 15-ാം വാർഡിലെ 786A എന്ന് പറയുന്ന ഒരു വീട്ടു നമ്പറാണ് നിങ്ങൾക്ക് ഇതിൽ എൻ്റർ ചെയ്യേണ്ടതെങ്കിൽ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ 15 എന്നത് വാർഡാണ്, അത് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതില്ല. 786 എന്നത് ഡോർ നമ്പർ എന്ന ഭാഗത്തും A എന്നത് ഉപനമ്പർ എന്ന ഭാഗത്തും ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. ഇനി ഉപനമ്പർ ഇല്ലാത്ത കെട്ടിടമാണ്. ഇപ്പോൾ ഒരു വീടിൻ്റെ നമ്പർ, ഇപ്പോൾ 12-ാം വാർഡിൽ 333 എന്ന് പറയുന്നൊരു ബിൽഡിംഗ് നമ്പറാണ് ഉള്ളത് എങ്കിൽ ആ 12 എന്നത് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട, അത് വാർഡിൻ്റെ പേരാണ്. 333 എന്ന് പറയുന്ന ആ ഒരു ഭാഗം മാത്രം കെട്ടിട നമ്പർ എന്ന ഭാഗത്ത് അല്ലെങ്കിൽ ഡോർ നമ്പർ എന്ന ഭാഗത്ത് നൽകി വലതുവശത്ത് കാണുന്ന ഒരു ലെൻസിൻ്റെ ബട്ടൺ ഉണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് ഇത്രയും ചെയ്ത് കഴിയുന്നതോടുകൂടി നിങ്ങളിപ്പോൾ എൻ്റർ ചെയ്ത ആ ഒരു കെട്ടിട നമ്പറിൻ്റെ K-സ്മാർട്ട് സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ
താഴെ ലഭ്യമാകുന്നതാണ്. ലഭ്യമായ വിവരങ്ങൾ നിങ്ങൾ സർവീസ് ചെയ്യുന്ന കെട്ടിടത്തിൻ്റേത് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വലതുവശത്ത് താഴെ കാണുന്ന ലിങ്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പ്രവർത്തനം പൂർത്തീകരിച്ചാൽ മുകളിൽ പച്ച കളറിൽ സക്സസ് എന്ന് വരുന്നതാണ്. ശേഷം സർവീസ് നൽകുന്നതിനുള്ള സ്ക്രീൻ ലഭ്യമാവുന്നതാണ്. കെട്ടിടത്തിൽ സേവനം നൽകുന്നതിനുള്ള സന്നദ്ധത സംബന്ധിച്ച സ്ക്രീനാണ് നമുക്ക് ഇനി ലഭ്യമാകുക. കെട്ടിടം തുറന്നിരിക്കുന്നു എന്ന് നൽകിയാൽ സേവന വിഭാഗങ്ങൾ എന്ന ഭാഗത്ത് സബ്സ്ക്രിപ്ഷൻ നൽകിയത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാവുന്നതാണ്. ഈ ഭാഗത്ത് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഡാറ്റ ലഭ്യമല്ല എന്നാണ് കാണിക്കുന്നത് എങ്കിൽ വലതുവശത്ത് താഴെയുള്ള അടുത്തത് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ ഈ കെട്ടിടത്തിന് മാപ്പ് ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ കാണാം. അതിൻ്റെ വലതുവശത്തായി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ കെട്ടിടത്തിന് സബ്സ്ക്രിപ്ഷൻ നമ്മൾ നൽകി കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കാണിക്കുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് സേവനം നൽകുന്നതിനുള്ള സ്ക്രീനായിരിക്കും. ഇതിൽ സേവനം നൽകുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് സർവീസ് നൽകുന്നതിനുള്ള സ്ക്രീന് ലഭ്യമാവും. അതിൽ വീട് തുറന്നിരിക്കുന്നു എന്നത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ അവിടെ കാണിക്കും. ആ സബ്സ്ക്രിപ്ഷൻ്റെ വലതുവശത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശേഖരിക്കുന്ന മാലിന്യം ഏത് വിഭാഗത്തിലാണ്, പ്ലാസ്റ്റിക് ആണോ ചെരുപ്പാണോ എന്നൊക്കെ അതിങ്ങനെ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കാണിക്കും. അതിൽ ഏത് വിഭാഗം ആണ് എങ്കിൽ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെയുള്ള അടുത്തത് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ മാലിന്യത്തിൻ്റെ തൂക്കം, ഗുണനിലവാരം എന്നിവ രേഖപ്പെടുത്തി താഴെയുള്ള പൂർത്തിയാക്കുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സർവീസ് ചെയ്യുന്നതിന് സാധാരണ ലഭ്യമാകുന്ന വീടിന് 50 രൂപ, സ്ഥാപനത്തിന് 100 രൂപ എന്ന തുകക്ക് പുറമെ ഈ കെട്ടിടത്തിൽ നിന്നും അധികമായി നമ്മൾ തുക വാങ്ങുന്നുണ്ടെങ്കിൽ, ഉദാഹരണം അഡ്വാൻസായി ചിലർക്ക് അടവാക്കാൻ ആഗ്രഹമുണ്ടാകും, അങ്ങനെയുള്ളത് വാങ്ങുന്നുണ്ടെങ്കിൽ ആ വിവരം മാത്രമാണ്, ആ അധികമായി നൽകുന്ന തുക മാത്രമാണ് ഇവിടെ നൽകേണ്ടത്. സാധാരണ നമുക്ക് ലഭിക്കുന്ന 50 രൂപ അല്ലെങ്കിൽ 100 രൂപ അത് ഈ ഭാഗത്ത് ചേർക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും നൽകിയ ശേഷം പൂർത്തിയാക്കുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം താഴെ കാണിക്കുന്ന സമർപ്പിക്കുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പണമടവാക്കുന്നതിനായി തീർപ്പാക്കാത്ത തുക എന്ന ഭാഗത്ത് അടവാക്കേണ്ട തുക കാണിച്ചുകൊണ്ട് ആ കെട്ടിടത്തിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വലതുവശത്ത് കാണുന്ന പണമടക്കുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലഭ്യമാവുന്ന സ്ക്രീനിൽ വലതുവശത്ത് ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന പേ 50 അല്ലെങ്കിൽ പേ 100 രൂപ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പണം അടവാക്കാവുന്നതാണ്. UPI വഴി, അതായത് ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെ തുടങ്ങി ആപ്പുകൾ മുഖേന അടവാക്കാം. ഇങ്ങനെ അടവാക്കുന്ന തുക ഹരിതകർമ്മസേനയുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. അതല്ല ക്യാഷ് ആയാണ് പണം അടവാക്കുന്നതെങ്കിൽ വലതുവശത്ത് കാണുന്ന ക്യാഷ് എന്ന ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ രസീത് സ്ഥിരീകരിക്കുക എന്നൊരു സ്ക്രീൻ വരും. അതിൽ അതേ എന്ന് നൽകുന്നതോടുകൂടി രസീത് ജനറേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അവിടെ നിങ്ങൾക്ക് പൂർത്തിയായി എന്ന് പറയുന്ന ഒരു വിൻഡോ ലഭിക്കുന്നതാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കെട്ടിടത്തിൻ്റെ സർവീസ് പൂർത്തീകരിക്കപ്പെടുന്നതാണ്. ഇങ്ങനെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ലഭ്യമായ ഒരു വിൻഡോ ആണ് ലഭിക്കുക. അതിൽ പൂർത്തിയായ സേവനങ്ങൾ എന്ന ഭാഗത്ത് പൂർത്തീകരിച്ച സേവനങ്ങളുടെ എണ്ണം കാണാവുന്നതാണ്. അവശേഷിക്കുന്ന സേവനങ്ങൾ എന്ന ഭാഗത്ത് ബാക്കി അവശേഷിക്കുന്ന സേവനങ്ങൾ ലഭ്യമാകുന്നതാണ്. ഓരോ ദിവസവും ശേഖരിച്ച തുകയുടെ വിശദാംശങ്ങളും താഴെ കാണിക്കുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് സഹായമായി എന്ന് തോന്നുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.